ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലോ സ്പാർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CPC ആണ്. CPC, സിവിൽ പ്രൊസീജിയർ കോഡ് ആൻഡ് ലിമിറ്റേഷൻ ആക്ട്. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ എല്ലാ ലോ പേപ്പേഴ്സിലും ഫസ്റ്റ് മൊഡ്യൂളിലെ വീഡിയോ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും പേഴ്സണൽ ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നല്ല ഹൈ സ്കോർ വാങ്ങാൻ വേണ്ടി പേഴ്സണൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് മീനിങ് ഓഫ് പ്രൊസീജിയർ, അതുപോലെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൊസീജിയറൽ ആൻഡ് സബ്സ്റ്റാൻറ്റേറ്റീവ് ലോ ഡെഫിനിഷൻ. ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 അല്ലെങ്കിൽ CPC. അപ്പം നമ്മുടെ സ്റ്റേറ്റിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സബ്സ്റ്റാൻറ്റേറ്റീവ് ലോയും ഒന്ന് പ്രൊസീജിയറൽ ലോ. ഈ പ്രൊസീജിയർ ലോയുടെ വേറൊരു പേരാണ് അഡ്ജക്റ്റീവ് ലോ. അപ്പം ഇത് സിമ്പിളായിട്ട് എന്താണ് സബ്സ്റ്റാൻറ്റേറ്റീവ് ലോ, എന്താണ് പ്രൊസീജിയർ ലോ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു സബ്സ്റ്റാൻറ്റേറ്റീവ് ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടീസിൻ്റെ റൈറ്റ്സും ലയബിലിറ്റീസും ഡിഫൈൻ ചെയ്തേക്കുന്നു. ഇപ്പം നമ്മുടെ ഓരോ ഇപ്പോൾ IPC അതുപോലെ കോൺട്രാക്ട് ആക്ട് അതുപോലെ ഉള്ള ലോയിലൊക്കെ ആക്ടിലൊക്കെ എന്ത് ചെയ്തേക്കും, ഒരു പാർട്ടീസിൻ്റെ റൈറ്റും ലയബിലിറ്റീസും ഡിഫൈൻ ചെയ്തേക്കും. ആ ഒരു ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് സബ്സ്റ്റാൻറ്റേറ്റീവ് ലോ. ഈ പ്രൊസീജിയർ ലോ എന്ന് പറയുമ്പോൾ നമുക്കത് എൻഫോഴ്സ് ചെയ്യണം, നമുക്കത് നടപ്പിലാക്കണം ഈ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് എൻഫോഴ്സ് ചെയ്യുന്നതാണ് എന്താണ് പ്രൊസീജിയറൽ. അപ്പോൾ ഈ പ്രൊസീജിയർ മാറ്റേഴ്സ് എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യുന്നത്? ത്രൂ ഒരു അതോറിറ്റി, ഇപ്പോൾ പോലീസ് ആയാലും അല്ലെങ്കിൽ ഒരു കോർട്ട് വഴിയായാലും കോടതി വഴിയായാലും എങ്ങനെ ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എൻഫോഴ്സ്മെൻറ്റ് അത് നടപ്പിലാക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് സബ്സ്റ്റാൻറ്റേറ്റീവ് ലോയും പ്രൊസീജിയറൽ ലോയും. Substantive law determine right and liability of parties. Adjective law or procedure law prescribe the practice, procedure and machinery for the enforcement of those rights and liabilities. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റാൻറ്റേറ്റീവ് ലോ പാർട്ടീസിൻ്റെ റൈറ്റും ലയബിലിറ്റിയും ഡിഫൈൻ ചെയ്യുന്നതും, അതുപോലെ പ്രൊസീജിയർ ലോ എന്ന് പറയുമ്പം അത് എന്താണ്, ആ ഒരു റൈറ്റും ലയബിലിറ്റീസും എൻഫോഴ്സ്മെൻറ്റ് നടപ്പിലാക്കാനും ഉള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രാക്ടീസാണ് പ്രൊസീജിയർ ലോയിൽ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. The Indian Contract Act 1872, the Transfer of Property Act 1882, the Sales of Goods Act 1930, the Partnership Act 1932, etc. are the example of substantive law. അപ്പോൾ നമ്മൾ പഠിച്ച സബ്സ്റ്റാൻറ്റേറ്റീവ് ലോയുടെ എക്സാമ്പിളാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും TP ആക്ടും സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടും പാർട്ണർഷിപ്പ് ആക്ട്. അതുപോലെ തന്നെ നമ്മുടെ എവിഡൻസ് ആക്ടും അതുപോലെ ലിമിറ്റേഷൻ ആക്ട്, നമ്മുടെ CPC, ഇതെല്ലാം എന്താണ്, ഒരു പ്രൊസീജിയറൽ ലോ ആണ്. എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു പേഴ്സൺ, ഒരു പാർട്ടീസിൻ്റെ റൈറ്റ് ലയബിലിറ്റി എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്ന ലോയാണ് എവിഡൻസ് ആക്ടും അതുപോലെ ലിമിറ്റേഷൻ ആക്ട്, CPC ഇതൊക്കെ. ഇൻ ദ ഇയർ 1908, the Code of Civil Procedure, which is an adjective law, was enacted by the Central Legislature. അപ്പോൾ സെൻട്രൽ ലെജിസ്ലേച്ചർ ആണ് എന്ത് ചെയ്തത്, 1908 CPC എനാക്ട് ചെയ്തത്. അപ്പം ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 as amended up to date extend to the whole of India except the Jammu and Kashmir, the state of Nagaland and the tribal areas. അപ്പം നമ്മുടെ ഹോൾ ഇന്ത്യയിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിലും അതുപോലെ നാഗാലാൻഡിലും കുറച്ച് ട്രൈബൽ ഏരിയാസിലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഈ CPC ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ എന്ത് ചെയ്തു, അപ് ടു ഡേറ്റ് ആയിട്ട് ഇത് അമെൻമെൻറ്റ് വരുന്നുമുണ്ട്. ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് 2024 വന്നത്. നമ്മുടെ സിവിൽ കേസ് എല്ലാം സ്പീഡി ആയിട്ട് ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അമെൻമെൻറ്റാണ് വന്നത്. അത് നോട്ട് ഡൗൺ ചെയ്യുക. ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഹാസ് ബീൻ അമെൻഡഡ് ബൈ ദ പ്രൊസീജിയർ ആക്ട് 2002 ആൻഡ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അമെൻമെൻറ്റ് ആക്ട് 1999. അപ്പോൾ 2002 അതുപോലെ 1999 എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് 2024 ആണ്. The amendment has come into force with effect from 2002 July 1st. Main object of the Act of 1999 and 2002 is expedite the procedure in general. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എല്ലാ അമെൻമെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണ്, എക്സ്പെഡൈറ്റ് എന്ന് വെച്ചാൽ വേഗത്തിലാക്കുക, കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക. അപ്പം അതാണ് നമ്മുടെ 2024 വന്ന അമെൻമെൻറ്റ്. The preamble of the code states that the object of the code is to consolidate and amend the law relating to the procedure of the Court of Civil Judication in India. അപ്പോൾ ഈ സിവിൽ ജുഡിക്കേച്ചർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല,
നമ്മുടെ സിവിൽ ഡിസ്പ്യൂട്ടില്ലേ, സിവിൽ തർക്കങ്ങളൊക്കെ നമ്മൾ എവിടെയായിരിക്കും, സിവിൽ കോർട്ടിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇത് എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുക, ഒരു കോഡിൽ എന്ന് വെച്ചാൽ സിവിൽ പ്രൊസീജിയർ കോഡിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. മനസ്സിലായി? ഇപ്പോൾ സിവിൽ ഡിസ്പ്യൂട്ട് എല്ലാം നമ്മൾ സിവിൽ കോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ലോ റിലേറ്റിംഗ് ടു ദ പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ദ സിവിൽ കോർട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിലുള്ള ലോയൊക്കെ എന്ത് ചെയ്യും, ലോയെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ അത് സിവിൽ കോർട്ടിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യും കോടതിയിൽ. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മൾ സിവിൽ മാറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു സിവിൽ തർക്കം, ഓക്കെ, സിവിൽ ആയിട്ടുള്ള തർക്കങ്ങളെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് സിവിൽ കോർട്ടിലായിരിക്കും. അപ്പം ആ സിവിൽ കോർട്ടിൽ അതുപോലെ തന്നെ അതിൽ പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ സിവിൽ കോർട്ടിൽ അഡോപ്റ്റ് ചെയ്തിട്ട് അതിലെ ലോയും ആ കോഡിൽ പറഞ്ഞേക്കുന്നത് വെച്ചാൽ സിവിൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞേക്കുന്ന പോലത്തെ ലോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട്. ഈ കോഡിനെയാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്തു, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഒരു ബോഡി ഓഫ് ദ കോഡിൽ 158 സെക്ഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. 158 സെക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഷെഡ്യൂളിൽ 54 ഓർഡേഴ്സും അതുപോലെ റൂൾസും ഉണ്ട്. ഓക്കെ, അപ്പം മൊത്തത്തിൽ ടോട്ടൽ 158 സെക്ഷൻസ് ആൻഡ് ഫസ്റ്റ് ഷെഡ്യൂൾ കണ്ടെയ്നിങ് 54 ഓർഡേഴ്സ് ആൻഡ് റൂൾസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ബാക്കി ബാലൻസ് ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഡീറ്റെയിൽസൊക്കെ അതിൽ അറിയിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാ ലോ സബ്ജക്റ്റിൻ്റെ എന്ത് ചെയ്യാണ്, ഒരു മൊഡ്യൂൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും ട്യൂഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. സോ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു സൂൺ.